റിമാൻഡ് ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോഴത്തേക്ക് റിമാൻഡ് ചെയ്യാൻ പറ്റും. എന്താണ് റിമാൻഡ് പ്രോസസ്? റിമാൻഡ് ശരി, റിമാൻഡ് പ്രോസസ് എന്താണ്? എങ്ങനെയാണ് എന്തിന്റെ ബേസിസിലാണ് നമ്മൾ ഒരാളിനെ റിമാൻഡ് ചെയ്യുന്നത്? നന്ദിത അന്നൊക്കെ മസ്താനി എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. പറഞ്ഞ ഒരു വാക്കുണ്ട്, ഏത് വിധേനയും ഇവനെ ഏതറ്റം വരെ പോയിട്ടും ഇവനെ ജയിലിലാക്കും. സവാദിന്റെ ഒരു ആദ്യം എടുത്ത സ്റ്റാൻഡ് തന്നെയാണോ ഇപ്പോഴും? ഞാനൊരു കാര്യം പറയാം. ഇവിടെ കണ്ടുവരുന്നത് നമ്മുടെ വകുപ്പ് നിയമങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ ഒരു പോലീസ് സ്റ്റേഷനിലും കാര്യങ്ങൾ പഠിച്ചല്ല കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല, നിയമം നോക്കിയൊന്നും അല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. അംഗീകരിക്കില്ല. കാര്യത്തിൽ ആ കുട്ടിക്ക് നേരെ നടന്ന ഗാർഹിക പീഡനത്തിന്റെ ഒരു എന്ത് ഗാർഹിക പീഡനം എന്ന് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ. ഇവിടെ കൊന്നില്ലല്ലോ, കൊന്നില്ലല്ലോ. ഇവിടെ എത്രയോ പുരുഷന്മാരെ പല രീതിയിലും ഭാര്യയായിട്ട് കാമുകിയായിട്ട് കൊല്ലുന്നു, എന്നിട്ട് എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്യുന്നു. അല്ല ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ മീഡിയയാണ് തീരുമാനിക്കുന്നത്. വാർത്താ പ്രാധാന്യം കിട്ടുന്ന കേസുകളിൽ കോടതികൾ പോലും നിലപാടുകൾ ശരിയായിട്ടല്ല എടുക്കുന്നത്. ഈ നിയമങ്ങളൊക്കെ എടുത്ത് വലിച്ചെറിയണമെന്നേ. ബ്രിട്ടീഷുകാരുടെ കാര്യത്തിലുള്ള സാധനം എടുത്ത് എറിയണമെന്ന് എൻ്റെ അഭിപ്രായം. സവാദിനെതിരെ ചാർജ് ചെയ്ത കേസ് ഏതൊക്കെയാണെന്ന് അറിയാമോ? ഏതൊക്കെയാണ് വകുപ്പൊക്കെ അറിയോ? അറിഞ്ഞായിരുന്നോ? 354A 509 ആണ് കേസ്. ഹായ്, ഹലോ, വെൽക്കം ടു ഇൻഫിൻ പ്ലസ്. ഇന്ന് നമ്മോടൊപ്പമുള്ള ഗസ്റ്റ് ഓൾ കേരള മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വട്ടിയൂർക്കാവ് അജിത് കുമാറാണ്. വെൽക്കം. നമസ്കാരം. അപ്പോൾ ഒരു റീസെൻറ്റ് ഇൻസിഡൻറ്റിൽ നിന്ന് നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് പോകാം. അപ്പോൾ ഇനി സവാദിൻ്റെ വിഷയമാണ് ചോദിക്കുകയാണ്. അപ്പോൾ സവാദിൻ്റെ ഒരു ആദ്യം എടുത്ത സ്റ്റാൻഡ് തന്നെയാണോ ഇപ്പോഴും ഉള്ളത്? ഇപ്പോഴും നിലവിൽ അങ്ങനെ തന്നെയാണ്. കാരണം ഈ നന്ദിത അന്നൊക്കെ മസ്താനി എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഇൻസ്റ്റഗ്രാം ഐഡിയാണ് പുള്ളിക്കാരി പറഞ്ഞു വന്നിട്ടുള്ളത്. നന്ദിത എന്നാണ്. ഇപ്പോൾ 24-ൽ എൻ്റെ കൂടെ ചർച്ചയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നന്ദിത എന്ന് തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ നന്ദിത ഞങ്ങൾ മാലയിട്ട് സ്വീകരിച്ചതിന് പുറത്തിറങ്ങിയതിൻ്റെ പിറ്റേ ദിവസം പറഞ്ഞ ഒരു വാക്കുണ്ട്, ഏത് വിധേനയും ഇവനെ ഏതറ്റം വരെ പോയിട്ടും ഇവനെ ജയിലിലാക്കും. സ്വാഭാവികം പറഞ്ഞുതരാം. അപ്പോൾ അന്ന് ഞാൻ കരുതിയത് നിയമപരമായിട്ട് നിയമ പോരാട്ടത്തിൽ കൂടി നമ്മളെല്ലാം ചിന്തിക്കുന്ന അങ്ങനെയാണല്ലോ, ജയിലിലാക്കാൻ പറ്റും. അതെങ്ങനെ ആക്കാം, എത്ര വർഷം കഴിഞ്ഞാക്കാം എന്നുള്ള കാര്യങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇവിടെ വളരെ പെട്ടെന്ന് അതുപോലെ സമാന ചിന്താഗതി എന്നെപ്പോലുള്ളവർ അങ്ങനെ ചിന്തിക്കത്തുള്ളൂ. കാരണം ഒരു പുരുഷനെ ഏത് സമയവും ഒരു പെണ്ണ് ട്രാപ്പിലാക്കി ജയിലിലാക്കാൻ പറ്റും. ആ സാഹചര്യത്തിൽ നിന്ന് ഊരി നടക്കുന്നത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാനാണ്. മനസ്സിലായില്ലേ? അത് എൻ്റെ സ്ഥാനത്ത് വേറൊരു പുരുഷനായിരുന്നുവെങ്കിൽ ഇപ്പോൾ ജയിലിൽ കിടന്നേനെ. മനസ്സിലായില്ലേ? കുറച്ച് ഫെമിനിസ്റ്റുകൾ ചേർന്നിട്ട് എന്നെ ഇപ്പോൾ 4-5 വർഷമായിട്ട് എന്നെ ജയിലിലിടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്കിതിൻ്റെ എല്ലാ കളിയും അറിയാമെന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ അങ്ങോട്ട് ആ ലെവലിലോട്ട് എന്നെ ജയിലിലോട്ടാക്കാൻ പറ്റാത്തത്. പക്ഷേ ഇവിടെ മസ്താനി അന്ന് പറഞ്ഞ വാക്ക് ഏത് വിധേനയും, ഇവിടെ ഞാൻ ചോദിക്കട്ടെ, പരാതിക്കാരി ആരെന്നറിയില്ല. സ്വാഭാവികമായിട്ട് ഇപ്പോഴത്തെ രണ്ടാമത്തെ പരാതിക്കാരി പുറത്തു വിടാൻ പാടില്ല, ന്യായമായിട്ടുള്ള കാര്യം ആയിക്കോട്ടെ. പക്ഷേ ഈ ബസ്സിലുള്ള ആരെങ്കിലും ഒരാളെങ്കിലും ഇതുവരെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അവിടെ ഇന്ന വിഷയം ഉണ്ടായെന്ന്? അതുകൊണ്ടാണല്ലോ അവർക്ക് ഒരു ഐ വിറ്റ്നസ് ഉണ്ടായിരുന്നുണ്ടല്ലോ. അതിനൊരു കേസ് എടുക്കുകയും അദ്ദേഹത്തെ റിമാൻഡിലേക്ക്. ഈ ഐ വിറ്റ്നസ് ആരാണ്? അവിടെ യാത്രക്കാരായിരിക്കും. യാത്രക്കാരാണ്? ഒരിക്കലും അതിനെ പറയാൻ പറ്റില്ല. ഇതിലാകപ്പാടെ പറഞ്ഞിട്ടുള്ള 24-ൽ ഒരു തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ സവാദ് നിൽക്കുന്ന ഒരു സംഭവം കാണിക്കുകയാണ്. അപ്പോൾ ഇത് കാണിച്ചപ്പോൾ ഞാനും ഇങ്ങനെ വീർപ്പ് മുട്ടിയിരിക്കുകയാണ്, എന്താണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. സവാദ് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. സവാദ് ഇങ്ങനെ 2 സ്റ്റെപ്പ് വെച്ച് നടന്നു വരുന്നു. 2 KSRTC ബസ്, അതിൻ്റെ ഒന്നിൻ്റെ പകുതിയെ കാണാൻ പാടുള്ളൂ, ഒരു ബസ് മാത്രമേ കറക്റ്റായിട്ട് കാണാൻ പാടുള്ളൂ. ഏതൊരു വ്യക്തിയും ഞാനായാലും ബസ് സ്റ്റാൻഡിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ബസ്സിൻ്റെ ബോർഡ് നോക്കുന്നത് എങ്ങനെയാണ് അതേപടിയാണ് അദ്ദേഹം വന്ന് ബോർഡ് നോക്കുന്നത് ഞാൻ കാണുന്നത്. അതിൽ വരട്ടെ, ഈ ബോർഡ് നോക്കാൻ 2 സ്റ്റെപ്പ് നടന്നു വെച്ച് കാല് വെച്ച് വരുമ്പോൾ നമ്മുടെ ശ്രീകണ്ഠൻ നായർ സാർ പറയുകയാണ്, പെൺകുട്ടികളെല്ലാം മാറിക്കൂ, ഇതാ പീഡനവീരം വരുന്നു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. അപ്പോഴും ഞാൻ വിചാരിച്ചു എന്തോ ഇപ്പോൾ കിടക്കുക. കാര്യം 2 പെൺപിള്ളേർ അവിടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇവൻ ആ പെൺപിള്ളേർ പോലും ശ്രദ്ധിക്കുന്നത് ഞാൻ കാണുന്നില്ല. അപ്പോൾ ഇയാൾ ബോർഡ് നോക്കി തിരിച്ച് അതേപടി നിന്ന സ്ഥലത്ത് പോയി നിൽക്കുകയാണ്. ഈ വെറും ഇത്രയും ഒരു മിനിറ്റ് പോലും ഇല്ലാത്ത സാധനമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെ അടുത്ത് മലപ്പുറം ബസ്സിൽ കയറി, മലപ്പുറം ബസ്സിലാണല്ലോ ഈ സംഭവം നടക്കുന്നതെന്നാണ്, ബസ്സിൽ കയറുന്ന പോലും കാണിക്കുന്നില്ല. ഈ CCTV ഫുട്ടേജ് എടുക്കുമ്പോൾ ഇദ്ദേഹം ബസ്സിൽ കയറുന്ന കൂടെ കാണിക്കണ്ടേ? ഈ വെറും ഇവിടെ മാത്രം നിൽക്കുന്ന കണ്ടിട്ട് കാര്യമില്ലല്ലോ.
അല്ല ബസ്സിനകത്ത് CCTV ഫുട്ടേജ് ആണല്ലോ. അല്ല, ഇവിടെ ഇന്നലെ വന്ന ഒരു ചാനലിലെ പെൺകുട്ടി പറഞ്ഞത് ബസ്സിൽ KSRTCയിൽ ഇപ്പോൾ അവളും സ്ഥിരം ഉള്ളതാണ്, 2 ക്യാമറ ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഡോറ്, എൻ്റെ അറിവിൽ ഡോറ് നമ്മുടെ പണ്ടത്തെ കാലത്താണ് നമ്മൾ തന്നെ തുറക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഭൂരിഭാഗം ബസ്സിലും ഓട്ടോമാറ്റിക്കാണ്. ഡ്രൈവർ വിചാരിച്ചാലേ പറ്റത്തുള്ളൂ. എങ്ങനെ വന്നാലും സവാദാണെങ്കിൽ ഒന്ന് സവാദാണെന്ന് ആ പെൺകുട്ടി എങ്ങനെ തിരിച്ചറിഞ്ഞു? കാര്യം ഇപ്പോഴത്തെ അന്നത്തെ സവാദല്ല ഇന്ന്. സവാദ് നല്ലതുപോലെ താടി വളർത്തി വന്നിട്ടുണ്ട്. എന്തിനു പറയുന്നു, ഈ ഇപ്പോഴത്തെ അവസ്ഥയിലായതുകൊണ്ടാണ് ഞാനിതാ ഈ കുറച്ച് താടി വളർത്തി വെച്ചിരിക്കുന്നത്. ഇത് ലൈവിൽ വന്നപ്പോൾ എന്നോട് പലരും കമൻറ്റിൽ കൂടെ ചോദിക്കുകയാണ്, ആളെ മനസ്സിലായിട്ടില്ല. വട്ടിയൂർക്കാവ് എസ്കുമാർ ആ ലൈവിൽ ഞാൻ പറഞ്ഞില്ല. അപ്പോൾ എന്നെ മനസ്സിലായിട്ടില്ല. ഇവിടെ സവാദ് നല്ലതുപോലെ താടി വളർത്തി ഒരു തിരക്കുള്ളൊരു ബസ്സിൽ അല്ലെങ്കിൽ ഒരു ബസ്സിൽ ഞാൻ അദ്ദേഹത്തെ കാണുകയാണെങ്കിൽ എനിക്ക് അദ്ദേഹത്തെ മനസ്സിലാവാൻ പറ്റില്ല. ആ ഒരു സ്ഥിതിയാണ്. എങ്ങനെ ഈ നന്ദിത പോലും അല്ലാത്ത വേറെ ഏതോ പെൺകുട്ടി പരാതി കൊടുത്തപ്പോൾ സവാദാണെന്ന് എങ്ങനെ അറിഞ്ഞു? ഒന്ന് നിൽക്കട്ടെ, ഇങ്ങനെ ഒരു ബസ്സിനകത്തൊരു പ്രശ്നം നടന്നു എങ്കിൽ ഡ്രൈവറല്ലേ ഡോർ ഓപ്പൺ ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക് അല്ല, ഓട്ടോമാറ്റിക് നിയന്ത്രണം ഡ്രൈവറുടെ കയ്യിലാണെങ്കിൽ എന്തിനു ഡോർ തുറന്നു കൊടുത്ത് അദ്ദേഹത്തെ പുറത്തു വിടാനുള്ള അവസരം കൊടുക്കണം? ഇങ്ങനെ ഒരു വിഷയം, ഒരു പെൺകുട്ടി അവിടെ ഒരു വിഷയം ഉണ്ടായി, അവളെ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ആ പെൺകുട്ടിയെ ദുരുപയോഗം ചെയ്തു, നഗ്നത കാണിച്ചു എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അപ്പോഴത്തെ അദ്ദേഹത്തെ തടഞ്ഞു വെച്ച് പിടിച്ചില്ല? അദ്ദേഹം അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു എന്ന് പറയുന്നു. ഈ ബസ് ഓട്ടോമാറ്റിക് ആണോ? അല്ല, അത് എൻ്റെ അറിവിൽ ഈ മലപ്പുറം ഭാഗത്തും എല്ലാം അല്ലെങ്കിലും ഭൂരിഭാഗവും ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ല. ബസ് ഓട്ടോമാറ്റിക് അല്ല. ശരി, അപ്പൊ ഈ തിരക്കുള്ള ബസ്സിൽ നിന്ന് അയാൾ എങ്ങനെ ഇറങ്ങിപ്പോയി? ഒത്തിരി ആള് കാണുമല്ലോ. അല്ലാതെ ഈ ഒരാളും ഇല്ലാത്തടത്ത് എങ്ങനെ ഒരാള് നഗ്നതാ പ്രദർശനം നടത്തും? നഗ്നതാ പ്രദർശനം നടത്തി എന്നല്ലേ പറയുന്നത്? അല്ല, അടുത്തിരിക്കുന്ന ആളിനത് കാണാൻ കാഴ്ച. ഇതിപ്പോ ഇരുന്നു എന്നും പറയുന്നില്ലല്ലോ ഇതിലിപ്പോ നമ്മൾക്ക് ഒരാൾക്കെതിരെ കേസ് എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു മിനിമം പ്രോസസ്സ് ഉണ്ടല്ലോ. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക, then ഇദ്ദേഹത്തെ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാകും അല്ലേ? 24 hours മുന്നേ ഹാജരാക്കാം. പ്രൈമേ ഫേസി അദ്ദേഹം തെറ്റ് ചെയ്തു എന്ന് ജഡ്ജ് ബോധ്യപ്പെട്ടാൽ മാത്രമേ അദ്ദേഹം റിമാൻഡിലേക്ക് അയക്കുള്ളൂ അല്ലേ? അങ്ങനെയാണോ? അങ്ങനെയാണ്. എനിക്കറിയില്ല. ഞാൻ എന്നല്ല എന്നാ പെൺകുട്ടികൾ പരാതി കൊടുക്കുന്ന കേസുകളിൽ, പെൺകുട്ടികൾ എന്ന് വെച്ചാൽ അത് ഭാര്യ ആയിക്കോട്ടെ, സുഹൃത്തായിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, ഒരു തെളിവോ ഒരു നടപടിയും ഇല്ലാതെ അതിന്റെ സാഹചര്യ തെളിവുകൾ പോലും നോക്കാതെ പിടിച്ച് റിമാൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥ. അല്ല, അത് പെൺകുട്ടി പറഞ്ഞു. അതിന് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, ഒരൊറ്റ കാര്യം. ഇപ്പൊ അമ്മയുടെ അവിടെ പോയി എൻ്റെ വൈഫിനെ അമ്മ വിളിച്ച് താമസിച്ചിരുന്നപ്പോ ജാനുവരി 1 ഏതാനും ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പോയി ഒന്ന് ഇവിടെ നിന്ന് നിങ്ങൾ മാറണമെന്നുള്ള കാര്യങ്ങൾ അവളോടും മകനോടും ഞാൻ പറയുകയുണ്ടായി. പറഞ്ഞ് അവിടെ ഒരു വിഷയം ഉണ്ടാവുകയാണ്. അവിടെ ഒരു വിഷയം ഉണ്ടായപ്പോൾ ഞാൻ പോലീസിനെ വിളിക്കുകയാണ്. ഞാൻ പോലീസിനെ വിളിച്ചു. ഈ വിളിച്ച സമയം കൊണ്ട് ഇവര് പോയി. ആര്? അല്ല, അതവിടെ അത് ആ ഒരു വാക്ക് പറഞ്ഞാലേ മനസ്സിലാവത്തുള്ളൂ. ഈ ഭാര്യയും കുട്ടികളും അവിടെ നിന്ന് വീട് കൂട്ടി പോവുകയും സിറ്റ് ഔട്ടിൽ ഇരുന്ന കിടക്കുകയായിരുന്നു. ഇവർ വിചാരിച്ച ഞാൻ മദ്യപിച്ച് വിറ്റായി കിടക്കുന്നു എന്നാണ് പോലീസുകാർ വിചാരിച്ചത്. മനസ്സിലായില്ലേ? അപ്പോൾ നേരെ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു. വട്ടിയൂർക്കാവ് വന്നിട്ട് ഇവർ ചെയ്തെന്താണെന്നറിയോ? ഞാൻ പറഞ്ഞതിനല്ല കേസെടുത്തോ, ഞാൻ അതിനോട് നടപടി ഉണ്ടായില്ല, എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് ഞാൻ പറഞ്ഞു. മറ്റു കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല, അത് എൻ്റെ മക്കളെയും കൂടെ ബാധിക്കുന്ന കാര്യമായിട്ട് ഞാൻ പറയുന്നില്ല. അവിടെ നടന്നതെന്ന് പറഞ്ഞാൽ എനിക്കെതിരെ പരാതി, അവരെ മകളെ വരെ കത്തി കാണിച്ചു കുത്താൻ വേണ്ടി ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് വട്ടിയൂർക്കാവ് സ്റ്റേഷനിൽ എനിക്കെതിരെ കേസെടുത്തു, കള്ള കേസ് കൊടുത്തു. മനസ്സിലായില്ലേ? ഞാൻ ചെയ്തതെന്താണ്? ഞാൻ ധരിച്ച് കമ്മീഷണർക്ക് പരാതി കൊടുത്തു. അങ്ങനെയാണ് ആ കേസ് ക്ലിയർ ചെയ്ത് വിടുന്നത്. ഞാൻ കമ്മീഷണർ അടുത്ത് പോയി പറഞ്ഞു, നല്ല മനുഷ്യൻ അദ്ദേഹം, നമ്മുടെ കേസ് കേട്ടതുകൊണ്ടല്ല, എന്നെ അറിയാമായിരുന്നു, സംഘടനയുടെ പ്രസിഡന്റാണെന്ന് അറിയാമായിരുന്നു, കാര്യങ്ങൾ എന്നെ ഇരുത്തി കാര്യങ്ങൾ കേട്ടു, വ്യക്തമായിട്ട് കേട്ടിട്ട് അപ്പം തന്നെ വട്ടിയൂർക്കാവിൽ വിളിച്ച് പറയാൻ പറഞ്ഞു. എൻ്റെ പരാതി സ്വീകരിച്ചു. സാധാരണഗതിയിൽ വട്ടിയൂർക്കാവിൽ തന്നെ പരാതി കൊടുക്കണമെന്നാണ്. ഇത് നേരിട്ട് അങ്ങേര് പരാതി വാങ്ങിക്കുകയും അത് ക്ലിയർ ചെയ്ത് അപ്പം തന്നെ വിടുകയും ചെയ്തു. മനസ്സിലായി? അപ്പം തന്നെ വിട്ടു. ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഞാനല്ലാതെ വേറൊരുത്തനാണെങ്കിൽ അവനെ റിമാൻഡ് ചെയ്യും. ഒരു മാറ്റമില്ല. അവൻ കമ്മീഷൻ ഓഫീസിൽ പോവുകയില്ല. സവാദിനെതിരെ ചാർജ് ചെയ്ത കേസ് ഏതൊക്കെയാണെന്നറിയോ? ഏതൊക്കെയാണ് വകുപ്പൊക്കെ അറിയോ? അറിഞ്ഞായിരുന്നോ? ഞാൻ വിളിച്ചിട്ട് കിട്ടിയില്ല. സവാദിനെതിരെ ആദ്യത്തെ കേസ് ഏതൊക്കെയാണെന്നറിയോ? ഓർമ്മയില്ല. 354A-യും 509 ആണ് കേസ്. അന്ന് 509-ഉം ഇന്ന് ഏതൊക്കെ സെക്ഷൻ? സെയിം സെക്ഷനാണ് ഈ കേസുകളിലൊക്കെ ഇടാൻ സാധ്യത.
അന്ന് ഞാൻ ചോദിച്ചല്ല മനസ്സിലാക്കി ഇവിടെ അതേ കുറ്റമാണ് ഇപ്പോഴും ചെയ്തിരിക്കുന്നതെങ്കിൽ സെയിം കേസ് സെയിം പ്രൊവിഷൻ എടുത്തിട്ടുള്ളൂ. 509 പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 509 അല്ലെങ്കിൽ 354 വ്യക്തമായ സോളിഡായ പിന്തുണയില്ലെങ്കിൽ ആ കേസ് ക്യാൻസൽ ആവും. അത് അതിൻ്റെ ലൂപ്പ് ഹോളിൽ തന്നെ ഉള്ളതാണ്. 354 നിലനിൽക്കണമെങ്കിൽ ചില പ്രൊവിഷൻസ് അതിനോട് വേണം, എങ്കിലേ ആ കേസ് നിലനിൽക്കുള്ളൂ. അല്ലെങ്കിൽ 509 നിലനിൽക്കണമെങ്കിൽ ചുമ്മാ 509 ചാർജ് ചെയ്തുകൊണ്ട് മാത്രം 509 നിൽക്കുള്ളൂ. അത് FIR മാത്രമേ നിലനിൽക്കുള്ളൂ. അടുത്ത് വരുന്ന അതിനോട് കൺസിക്യൂട്ടീവായിട്ട് വരുന്ന ഇതിനകത്ത് പോലീസ് പ്രതിരോധരാകും. അല്ല, അത് ആ അടുത്ത പ്രൊവിഷൻ എടുത്ത് മാറ്റപ്പെടും. അതായത് നമുക്ക് 353 354 പ്രൊവിഷൻസ് ചാർജ് ചെയ്യണമെങ്കിൽ കൃത്യമായൊരു ഗ്രൗണ്ടിൽ അദ്ദേഹം തെറ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ തെളിവുകൾ, വളരെ വ്യക്തമായ തെളിവുകൾ വേണം. അല്ല ചുമ്മാ ആർക്കും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് അത് നിലനിൽക്കില്ല. വാദിക്കാം, പക്ഷെ നിലനിൽക്കില്ല. റിമാൻഡ് ചെയ്യാം, റിമാൻഡ് ചെയ്യാൻ പറ്റും. എന്താണ് റിമാൻഡ് പ്രോസസ്? റിമാൻഡ് ഒരു കേസുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ജഡ്ജിയുടെ മുൻപ് കൊണ്ട് നിർത്തുമ്പോൾ, അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന്റെ അടുത്ത് കൊണ്ട് നിർത്തുമ്പോൾ അവരെ തട്ടി ജയിലിനകത്ത് ഇടാനുള്ള വകുപ്പ് എന്തായാലും ഇതിലുണ്ട്. ശരി, റിമാൻഡ് പ്രോസസ് എന്താണ്? എങ്ങനെയാണ്, എന്തിന്റെ ബേസിസിലാണ് നമ്മൾ ഒരാളിനെ റിമാൻഡ് ചെയ്യുന്നത്? ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾ, ഏത് ഭരണഘടനാ അനുച്ഛേദത്തിന്റെ ബേസിസിലാണ് നമ്മൾ റിമാൻഡിലേക്ക് പോകുന്നത്? ആ അനുച്ഛേദം എന്താണ് റിമാൻഡിനെ കുറിച്ച് പറയുന്നത്? അങ്ങനെ ആധികാരികമായിട്ട് പറയാൻ എനിക്ക് അറിയില്ല. ആർട്ടിക്കിൾ 22 കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 22 ബേസിസിലാണ് റിമാൻഡിലേക്ക്. റിമാൻഡിന് ചെയ്യണം, ഒരു പ്രതിയെ റിമാൻഡ് ചെയ്യപ്പെടണമെങ്കിൽ മീൻസ് പ്രിവെന്റീവ് ഡിറ്റൻഷനും പ്യൂണിറ്റീവ് ഡിറ്റൻഷനും 2 തരത്തിലുള്ള ഡിറ്റൻഷൻ ഉണ്ട്. പ്യൂണിറ്റീവ് ഡിറ്റൻഷൻ എന്ന് പറഞ്ഞാൽ നോർമൽ കോഴ്സിൽ ഒരാളിനെ ഡീറ്റെയിൻ ചെയ്യണമെങ്കിൽ അയാളെ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനെ ഹാജരാക്കി കഴിയുമ്പോൾ വളരെ കൃത്യമായിട്ട് കേസ് നോക്കുന്ന മജിസ്ട്രേറ്റിന് ബോധ്യപ്പെടണം, എങ്കിലേ അദ്ദേഹത്തിന് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുള്ളൂ. ദെൻ അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കേണ്ട പ്രൊവിഷൻ ഉണ്ടാണ്. പിന്നീട് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുകയും ഇദ്ദേഹം വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള അപകടകരമായിട്ടുള്ള വ്യക്തി അല്ല എന്നൊക്കെ ബോധ്യപ്പെടുകയും ചെയ്യും. ചില കേസുകൾ നോൺ ബെയിലബിൾ ആണ്. 354 പലതും നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. ഈ നോൺ ബെയിലബിൾ ഒഫൻസിൽ തന്നെ ചിലപ്പോൾ കുറച്ച് ആൾ കഴിയുമ്പോഴത്തേക്കും ബെയിൽ കിട്ടും. ആ സമയത്ത് ബെയിൽ കിട്ടില്ലെന്നുള്ളത്. അപ്പൊ അതിന്റെ അർത്ഥം ബെയിൽ കിട്ടിയാൽ അതിന്റെ അർത്ഥം അദ്ദേഹം കുറ്റവിമുക്തനല്ല. ഇന്ന് പലരും വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്, ബെയിൽ കിട്ടിയ ഉടനെ ഞാൻ കുറ്റവിമുക്തനായെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യുന്ന ഒരാൾ. അപ്പൊ ഇതൊരു നോർമൽ കോഴ്സാണ്. ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യത്തിൽ നമുക്കൊരു പെൺകുട്ടി നമുക്ക് ഇപ്പോ നിലവിൽ കൺവിക്റ്റ് ആയ, അക്യൂസ്ഡ് ആയ കേസല്ല, നമുക്ക് നിലവിൽ കൺവിക്റ്റ് 2021 മുതൽ കൺവിക്റ്റ് ആയ കേസ് എത്രയുണ്ടെന്ന് അറിയാമോ? എത്ര പീഡന കേസ് കേരളത്തിൽ മാത്രം ഉണ്ടെന്ന് അറിയാമോ താങ്കൾക്ക്? വ്യാജപരാതികൾ 55%. കൺവിക്റ്റ് ആയ ശിക്ഷിച്ച പരാതികൾ എത്രയുണ്ടെന്ന് അറിയാമോ? ശിക്ഷിച്ചത് അതിന്റെ കണക്കുണ്ടായിരുന്നു. 776 776 ശിക്ഷിച്ച 2000 സംതിങ് മുകളിൽ പരാതികളുണ്ട്, രജിസ്റ്റർ ചെയ്ത കേസുകളുണ്ട്. ഏത് വർഷം വരെയുള്ള കാര്യമാണ് പറയുന്നത്? ഇത് 2021 തുടങ്ങിയത്. ഇതുവരെ ശിക്ഷിച്ച കേസ് 776 ആണ്. അതായത് കോടതി ശിക്ഷിച്ച വ്യക്തികളുടെ എണ്ണമാണ് പറയുന്നത്. അപ്പോൾ അത്രയും വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള കേസുകൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് കേരളത്തിനകത്ത് പോലും. ഇനി അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇനി അത് തന്നെ ഇപ്പം മാറ്റി നിർത്തി മറ്റൊരു കണക്ക് ഞാൻ പറയാം. അണ്ടർ ഏജ് മാരേജ് അല്ലെങ്കിൽ ടീനേജ് പ്രഗ്നൻസി എത്രയാണ് കേരളത്തിൽ എന്നറിയോ? ടീനേജ് പ്രഗ്നൻസിയും അണ്ടർ ഏജ് മാരേജ് ഓൾമോസ്റ്റ് 100ന് പുറത്താണ്. ഇപ്പം ചില ജില്ലകളുടെ എണ്ണം വളരെ കൂടുതലാണ്. അതേപോലെ ടീനേജ് പ്രഗ്നൻസി വളരെ ഡ്രാസ്റ്റിക്കായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പം ഇങ്ങനൊരു ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഏതെങ്കിലും ഇപ്പം താങ്കളുടെ കാര്യത്തിൽ താങ്കളുടെ ഗ്രൗണ്ട് താങ്കൾ പറഞ്ഞു കഴിഞ്ഞു. അത് ചിലപ്പോൾ എനിക്കറിയില്ല മറ്റുള്ള വേർഷൻ. ഇപ്പോൾ താങ്കളുടെ വേർഷൻസ് എടുക്കുമ്പോഴത്തേക്ക് ഏറെക്കുറെ കുറച്ചധികം സാഹചര്യങ്ങൾ താങ്കൾക്ക് ന്യായമായി വരുന്നുണ്ട്. പക്ഷേ എല്ലാ കാര്യത്തിലും ന്യായമാണിത് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഞാനൊരു കാര്യം പറയാം. ഇവിടെ കണ്ടുവരുന്നത് നമ്മുടെ വകുപ്പ് നിയമങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ ഒരു പോലീസ് സ്റ്റേഷനിലും കാര്യങ്ങൾ പഠിച്ചല്ല കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല, നിയമം നോക്കിയൊന്നും അല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു പെൺകുട്ടി പരാതി കൊണ്ട് തന്നാൽ അതിനെതിരെ നടപടിയെടുക്കുക, ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനൊരു ഉദാഹരണമാണ് വട്ടപ്പാറ പോലീസ് സ്റ്റേഷനിൽ ഒരു സ്ത്രീ കൊണ്ട് ഭർത്താവിനെതിരെ പരാതി കൊടുക്കുകയാണ്. മകന്റെ കാല് ചവിട്ടി ഓടിച്ചു എന്നും അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ, അദ്ദേഹത്തിന്റെ ഫ്ലാറ്റാണ്, അവിടെ നിന്ന് ഇറക്കി വിടാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പരാതി കൊടുത്തു. ആ പരാതിയിൽ ഇടപെട്ടത് ഇവിടുത്തെ മന്ത്രിയാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സർക്കാർ ഇരുന്നപ്പോഴാണെന്ന് തോന്നുന്നു. പിണറായി സർക്കാരിന്റെ കാലത്തെ ഒരു മന്ത്രി തന്നെ ഇടപെടുകയാണ്. അവർ പരാതി കൊണ്ടു തന്നു, നിങ്ങൾ അയാളെ തൂക്കിയെടുത്ത് അകത്തിടണമെന്ന്. ഭയങ്കര വിവാദമായൊരു കേസാണ്. ആ പോലീസ് സ്റ്റേഷനിൽ സർക്കിളിന് വേണ്ടി അവിടെ വിളിക്കുകയും കാര്യങ്ങൾ സംസാരിക്കുകയും ആ ഹസ്ബൻഡിന് വേണ്ടി ഞാൻ ഇടപെടുകയും ചെയ്തു. ആ SHO അവിടെ സ്ഥലം മാറ്റി. എന്താണ്
അയാൾ അന്വേഷിച്ചപ്പോൾ കുട്ടിയുടെ കാല് ചവിട്ടി ഓടിച്ചിട്ടില്ല, ഇദ്ദേഹത്തെ ഈ സ്ത്രീയെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹം ന്യായമായിട്ടുള്ള കാര്യം ചെയ്തതിനാണ്. എന്തിനാണ്? ഇദ്ദേഹത്തെ റിമാൻഡ് ചെയ്യാത്തതിൻ്റെ ഒരു കാരണം. അവസാനം ആ SHO അവിടെ നിന്ന് മാറ്റി, വേറൊരു SHO അവിടെ വന്നു, അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തു, ജയിലിലിട്ടു അദ്ദേഹത്തെ. അപ്പോൾ ഏതൊരു പെണ്ണ് പരാതി കൊടുത്താലും കൃത്യമായിട്ടും ആ പുരുഷനെ ജയിലിനകത്ത് ഇടും. അതിനുള്ള വകുപ്പ് അവർ കണ്ടെത്തും. അല്ലെ, പുരുഷൻ ഏത് പരാതിക്കും അതുകൊണ്ടാണ് വ്യാജ പരാതികൾ 55% മേളിലാണ് ഇപ്പോൾ. പകുതിയിൽ കൂടുതലാണ്, പകുതിയിൽ കൂടുതൽ വ്യാജ പരാതികളാണ്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും പകുതിയിൽ കൂടുതൽ വ്യാജ പരാതികളാണ്? ഇതിന്റെ കണക്ക് വെച്ചല്ലേ പറയുന്നത്? എന്ത് കണക്ക്? ഇത് നമ്മുടെ റിപ്പോർട്ട് നിലവിലുള്ള BBC ഏതാ അതിന്റെ കണക്ക് വെച്ചിട്ടായി പറഞ്ഞത്. ഞാൻ വായിച്ചതായി ഇടയ്ക്ക്. ഏത് വാലിഡ് ആയിട്ടുള്ള അസോസിയേഷൻ ആണ്? BBC അങ്ങനെ നമ്മുടെ സർക്കാർ BBC അങ്ങനെ എന്തോ ഞാനത് ഇപ്പൊ ഇത്തിരി ഓർമ്മപ്പിശൊക്കെ അപ്പൊ ആ കണക്ക് പ്രകാരം പറയാം, കൃത്യമായിട്ടും കണക്ക് പ്രകാരമായി പറഞ്ഞു. 55% മേളില് ആണ് വ്യാജ പരാതികൾ എന്ന് പറഞ്ഞാൽ പകുതിയിൽ കൂടുതൽ. അങ്ങനെ വരുമ്പോ ഇവിടെ എന്ത് സ്ട്രാറ്റജിയുടെ അടിസ്ഥാനത്തിലാണ് വ്യാജ ഫാമിലി കോർട്ടിൽ കേസുള്ളത് അറിയോ? പിന്നെ വേറെ കാര്യമുണ്ട്, താങ്കൾക്ക് മെയിനായിട്ട് അറിയാൻ പാടില്ലാത്തതിന്റെ ഒന്നാമത്തെ കാരണം വിവാഹം കഴിഞ്ഞിട്ടില്ല. വിവാഹം കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ഇതൊന്നും പറയില്ല. കാര്യം ഏത് സമയവും അകത്തു പോകാൻ പറ്റുന്ന സാഹചര്യത്തിലാണ് കേരളത്തിലെ പുരുഷന്മാർ ജീവിക്കുന്നത്. ഇത് കേരളത്തിലെ പുരുഷന്മാരുടെ ഗതികേടാണ്. ഏറ്റവും കൂടുതൽ ഫാമിലി കോർട്ടിൽ കേസ് കിടക്കുന്ന എവിടെയാണ്? നമ്മുടെ കേരളത്തിലാണ്. അത് നമ്മുടെ ആറ്റിങ്ങലാണ്, തിരുവനന്തപുരം ജില്ലയിലാണ്. നമ്മൾ ഏത് ഫാമിലി കോർട്ടിൽ പോയാലും വ്യാപകമായിട്ട് കല്യാണം കഴിഞ്ഞ് 1-2 വർഷം, അതിനിടയ്ക്ക് ഒരു കുട്ടി ആകാതിരിക്കാം, കോടിക്കണക്കിന് രൂപയാണ് ഇവർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഒരു കേസ് കൊടുത്തിരിക്കുന്നത്. വിസ്മയം പോലുള്ള ആൾക്കാർ ഗാർഹിക പീഡനത്തിന്റെ പേരിൽ കൊല്ലപ്പെട്ടിരിക്കുന്ന ഉത്തരം വിസ്മയുടെ 1-2 ഒറ്റപ്പെട്ട കേസ് വെച്ചിട്ട് പറയരുത്. ഇനി ഉത്തരയുടെ കേസ് നിൽക്കട്ടെ, വിസ്മയുടെ കേസ് നമ്മൾ ഇടപെട്ട കേസാണ്. എന്താണ്? അദ്ദേഹത്തിന് ഒരു സർക്കാർ ജോലിയുണ്ട്, ആ ജോലി കളയിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ഇത് മാത്രമേ ഉള്ളൂ, അല്ലാതെ അതിൽ വേറൊന്നുമില്ല. എന്താണ് അവിടെ നടക്കുന്നത്? അപ്പോൾ തൊട്ട് അന്നത്തെ ദിവസം രാവിലെ വരെ, ഇത് രാത്രിയാണ് നടക്കുന്ന ഈ സംഭവം, രാവിലെ വരെ ചെടിത്തോട്ടത്തിൽ വെള്ളം നനച്ചുകൊണ്ടിരുന്ന 2 പേരും അവർ തമ്മിലുള്ള എന്ത് പ്രശ്നമാണ് അവിടെ നടന്നത്? ഇവിടെ പ്രശ്നങ്ങൾ ഞാൻ ചോദിക്കട്ടെ, അയാൾ കൊന്നില്ലല്ലോ? അരുണല്ലേ, കിരൺ അല്ലേ, കിരൺ കൊന്നില്ലല്ലോ. കൊന്നില്ലല്ലോ. ഇവിടെ എത്രയോ പുരുഷന്മാരെ പല രീതിയിലും ഭാര്യയായിട്ട് കാമുകിയായിട്ട് കൊല്ലുന്നു, എന്നിട്ട് എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്യുന്നു. ഈ കേസിൽ ഒന്നും നടപടി ഉണ്ടാവുന്നില്ലല്ലോ. എന്തുകൊണ്ട് ഇയാൾക്ക് മാത്രം നടപടി ഉണ്ടാകും? എത്ര കേസിലെന്നോ എത്ര കേസിലെന്നോ എത്ര കേസില് ഭാര്യമാർ ഇതുപോലെ. ഈ നെടുമങ്ങാട് ഒരു കേസ് ഞാൻ അറ്റൻഡ് ചെയ്തു, അതൊക്കെ ഒത്തിരി മുന്നേ, ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ മറന്നു, അതാണ് സംഭവം. അപ്പോ ഈ അവരുടെ കേസിൽ ഞാൻ ശക്തമായിട്ട് ഇടപെട്ടൊരു കേസാണ്. അദ്ദേഹം ഭാര്യയും ഭാര്യ വീട്ടുകാരും ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആറ്റിങ്ങലിന്റെ അപ്പുറത്ത്, എനിക്ക് തോന്നുന്ന മാമം പാലത്തിന്റെ എവിടെയാണ് ടാങ്കർ ലോറിയിൽ കാർ ഇടിച്ച് അപ്പനും മകനും മരിച്ചത്. ഇടിച്ച് കയറ്റുകയായിരുന്നത്. ആത്മഹത്യ ചെയ്യാൻ പോകുന്നു, ഇന്നതാണ് കാരണമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ആ സ്ത്രീക്കെതിരെ ഒരു നടപടി എടുത്തില്ലല്ലോ. അപ്പൊ ഇതുപോലുള്ള ഒറ്റപ്പെട്ട കേസുകളല്ല, ഒരുപാട് കേസുകൾ നടക്കുകയാണ്. ഞാൻ ഉത്തരയുടെയും വിസ്മയുടെ കാര്യം പറഞ്ഞു. അല്ല, വിസ്മയുടെ ഞാനതിൽ ഉത്തരയുടെ കാര്യം മാത്രമേ അംഗീകരിക്കൂ, വിസ്മയുടെ കേസ് അംഗീകരിക്കില്ല. വിസ്മയുടെ കാര്യത്തിൽ ആ കുട്ടിക്ക് നേരെ നടന്ന ഗാർഹിക പീഡനത്തിന്റെ ഒരു എന്ത് ഗാർഹിക പീഡനം എന്ന് പറയുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഞാനങ്ങനെ ഒരിക്കലും അങ്ങനെ ന്യായീകരിക്കാൻ പറയുന്നതല്ല. ഞാൻ ലയിത്തിട്ടിരുന്ന സമയത്ത് വാഹനങ്ങളെ കുറിച്ച് എനിക്കറിയാം. എനിക്കിപ്പോഴും വാഹനങ്ങളെ കുറിച്ച് അത്യാവശ്യ കാര്യങ്ങൾ അറിയാം. നമുക്ക് ഒരു വണ്ടി എടുത്ത് ഓടിച്ചു നോക്കുമ്പോൾ അതിലെന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ നോക്കാൻ അറിയാം. അവിടെ നടന്ന ഗാർഹിക പീഡനം എന്താണെന്ന് അറിയാം? ഈ പറയുന്ന വലിയ ഗാർഹിക പീഡനം വേറൊന്നുമല്ല. ഇവര് ഒരു കാറ് കൊടുത്തു, മകൾക്കൊരു കാറ് കൊടുത്തു. ഈ കാർ എടുക്കുന്നതിന് മുന്നേ എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിക്ക് പഠിക്കാൻ വരെ കാശ് കൊടുക്കുന്നത് ഇദ്ദേഹമായിരുന്നു. വിവാഹത്തിന് മുന്നേ വരെ പഠിക്കാൻ പോകുന്ന ആ വിസ്മയക്ക് കാശ് കൊടുക്കുന്നത് ഇദ്ദേഹമാണ്. അതിൻ്റെയൊക്കെ തെളിവ് പോലീസ് വരെ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പിന്നെ ആ സമയത്ത് കംപ്ലീറ്റ് വാർത്തകൾ വന്നത് തന്നെയാണ്. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് താങ്കൾ ഇനിയും എത്ര ന്യൂസിൽ കൂടി തന്നെയാണല്ലോ നമ്മൾ പറയുന്നത്. ഈ ന്യൂസിൽ കൂടി തന്നെയാണ്. സെർച്ച് ചെയ്താൽ മതി, എടുത്താൽ മതി, സെർച്ച് ചെയ്തെടുക്കൂ. ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ നമുക്ക് അടുത്തൊന്നുകൂടെ ഇരിക്കാം. മനസ്സിലായില്ലേ? അപ്പൊ ഈ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഹോസ്റ്റലിൽ നിന്നാണ് ഈ പെൺകുട്ടി പഠിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ആ സമയത്തെല്ലാം കാര്യം ഇവരുടെ വിവാഹം നിശ്ചയിച്ച് ഒത്തിരി നാള് കഴിഞ്ഞിട്ടാണ് വിവാഹം നടക്കുന്നത്.
മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഗ്യാപ്പിൽ ഇയാളുടെ കാറിൽ പോവുകയും ഇയാൾ ഫുഡ് വാങ്ങിക്കൊടുക്കുകയും അവരൊരുമിച്ച് കറങ്ങാൻ പോവുകയും ചെലവിന് വേണ്ടിയൊക്കെ ഇതുപോലുള്ള കാശ് ഇപ്പോൾ വിദ്യാഭ്യാസത്തിന് പഠിക്കാൻ വരെ ചില എന്തൊക്കെ വാങ്ങിക്കൊടുത്ത് കാശ് മുടക്കിയിട്ടുണ്ട്. ഇതെല്ലാം വളരെ വ്യാജമായിട്ട്. വ്യാജമല്ല, അപ്പൊ ഇത് ന്യൂസിൽ വന്ന കാര്യങ്ങൾ. ഏത് ന്യൂസിലാണ്? ഒന്നും വേണ്ട, സമയമുണ്ടോ? നമുക്ക് വേണമെങ്കിൽ ലിങ്ക് പരിശോധിക്കാം. കുഴപ്പമില്ല, ഇപ്പോഴത്തെ കണ്ടീഷനിൽ എനിക്ക് പറ്റില്ല. ഞാൻ എടുത്തുതരാം, താങ്കൾ പറഞ്ഞാൽ മതി. പരിശോധിക്കൂ, സമയമുണ്ടെങ്കിൽ താങ്കൾ പരിശോധിക്കൂ. തീർച്ചയായിട്ടും കിട്ടും. ഇനി അടുത്തതിൽ ഇരിക്കാന്ന് പറഞ്ഞാൽ വേണ്ടി വന്നാൽ ഇനിയുള്ള മുമ്പുണ്ടായിരുന്ന എന്റെ ഡീറ്റെയിൽസുകൾ വിസ്മയുടെ കേസിൽ ഇടപെടുമ്പോൾ നമ്മൾ കുറച്ച് ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് വെക്കും. അദ്ദേഹത്തിന്റെ അച്ഛന്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ വിളിച്ച് ചോദിച്ച് കാര്യങ്ങൾ ഒന്നുകൂടി വേണമെങ്കിൽ പഠിച്ച് അവരുടെ കയ്യിൽ ഇതിന്റെ എല്ലാ തെളിവുകളും ഉണ്ട്. അപ്പം ഇത് ന്യൂസ് വേണ്ടി വന്നാൽ അവർ തന്നെ തരും. അവർ ഒരുപാട് ന്യൂസുകളൊക്കെ എനിക്കാണ് അവരാണ് തന്നിട്ടുള്ളത്. കിരൺകുമാറിന്റെ അച്ഛൻ, വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ അച്ഛൻ, കിരൺകുമാർ എന്നല്ലോ പേര് അദ്ദേഹത്തിന്. അതെ. അപ്പോൾ അതാണ് സംഭവം. അപ്പം ആ കേസിൽ ഇടപെട്ടത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്നത് ഇത്രയും പൈസ മുടക്കി കാര്യങ്ങൾ ചെയ്തത്. നമ്മൾ പറഞ്ഞത് ഗാർഹിക പീഡനം അവിടെ നടന്നത് ഈ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആയിട്ടുള്ളൊരു വ്യക്തി, അദ്ദേഹത്തിന് നമ്മളെക്കാളും കൂടുതൽ വാഹനത്തിന്റെ കാര്യങ്ങൾ അറിയാം. അപ്പൊ ഈ കാറ് എടുക്കുന്നതിന് പകരം എന്നോടൊരു വാക്ക് ചോദിച്ചുകൂടെ ആയിരുന്നോ എന്ന് ചോദിക്കുന്നതിൽ എന്താണ് തെറ്റ്? അതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെറ്റ്, അതിന് എൻ നമ്പർ ഓഫ് തെറ്റുകളുണ്ട്. ഒന്ന്, അദ്ദേഹം സ്ത്രീധനമായിട്ടാണ് ഇത് വാങ്ങിയത് എന്നുള്ളതാണ്. സ്ത്രീധനം ആരാ കൊടുത്തത്? അല്ല, ആരാ കൊടുത്തത്? പെൺകുട്ടിയുടെ അച്ഛനാണ് കൊടുത്തത്. പിന്നെ കൂലിവേലക്കാരന്റെ കൂടെ പോകാതെ എന്താ? കൂലിവേലക്കാരന്റെ കൂടെ എന്തുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് ഒരു കൂലിവേലക്കാരനെ തെരഞ്ഞെടുത്തില്ല? സർക്കാർ ഉദ്യോഗസ്ഥൻ, ഏറ്റവും നല്ല കാശ് കിട്ടുന്നവൻ, അവന്റെ കൂടെ എന്തിനാ അവനെ തെരഞ്ഞെടുത്ത്? എന്തിനാ അവരുടെ കൂടെ തെരഞ്ഞെടുത്തതിന് സ്ത്രീധനം വാങ്ങോ? അവരുടെ കൂടെ സ്ത്രീധനം വാങ്ങുന്നതല്ലേ, കൊടുക്കുന്നതല്ലേ? ഞാൻ പറയുന്നത് വാങ്ങണമെന്നാണ്. ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ സമ്പാദിച്ച് ഒരു സ്ഥാപനം തകരപ്പറമ്പിൽ ഇടണമെങ്കിൽ, ട്രിവാൻഡ്രം സിറ്റിയിൽ 10-20 വർഷത്തിന് മുമ്പ് ഇടണമെങ്കിൽ എന്റെ കഠിനാധ്വാനം എന്തായിരുന്നു കാണണം. ഒറ്റയ്ക്ക് സമ്പാദിച്ച് ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ കിരൺകുമാറിന്റെ അപ്പനും അമ്മയും കഷ്ടപ്പെട്ട് അദ്ദേഹത്തെ പഠിപ്പിച്ച് ഇത്രയും നല്ലൊരു ജോലി വാങ്ങിച്ചു കൊടുത്തത് എന്തിനാണ്? നന്നായിട്ട് മകൻ ജീവിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? അതുപോലെ തന്നെ വിസ്മയക്ക് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ വിസ്മയ നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ലേ? അത് മനസ്സിലാക്കണം. വിസ്മയക്ക് എന്നെ കൊടുത്തത് ഭർത്താവ് ചോദിച്ചു വാങ്ങിയാണ്. അല്ലപ്പാ, അങ്ങനല്ല. അദ്ദേഹം ചോദിച്ചു വാങ്ങിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം പറയുന്ന കാർ തന്നെ കിട്ടിയനായിരുന്നു. ഇവിടെ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ആദ്യത്തെ പ്രശ്നം. കിട്ടിയതല്ല, ഒരു കംപ്ലൈന്റ് വാഹനം വാങ്ങിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തിനാ ഈ കംപ്ലൈന്റ് വാഹനം വാങ്ങിച്ചത്? ഇത് കംപ്ലൈന്റ് ആണ്. കംപ്ലൈന്റ് വാഹനം വാങ്ങി എന്ന് പറഞ്ഞല്ല, വാഹനം ആ വാഹനം കൊണ്ട് ഇടിക്കുകയും ഈ പെൺകുട്ടിയെ പലതവണ മർദ്ദിച്ചു എന്നതിനും വളരെ വാലിഡ് ആയിട്ടുള്ള പ്രൂഫുകളുണ്ട്. മർദ്ദിച്ചതൊക്കെ നമ്മൾ പിന്നീട് മനസ്സിലാക്കിയത് ആ സഹോദരൻ തല്ലിയതാണ്. ഇവിടെ ഇരുന്ന് വ്യാജ തള്ളല്ലേ. ഇതൊന്നും പറയരുത്. നേരത്തെയും കുറെ വ്യാജ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്കതിന് കൃത്യമായിട്ട് പറഞ്ഞുതരാൻ ഓർമ്മയില്ലാത്തോണ്ടായിരുന്നു. ഇതിപ്പോ കറക്റ്റാണ്. ഇതിപ്പോ പറഞ്ഞത് കിരൺകുമാർ തല്ലിയെന്ന്. പിന്നീട് അന്നും ഇതേപോലെ എല്ലാ മാധ്യമങ്ങളും എഴുതി കിരൺകുമാർ തല്ലി. ഒന്നും വേണ്ട. പിന്നീട് വന്നത് ഇത് തെളിവുകൾ അവസാനം വന്നത് ഈ വിസ്മയയുടെ സഹോദരനാണ് തല്ലിയത്. അത് തല്ലിയത് കൊണ്ടാണ് ഈ ദൈവം എന്ന് പറയുന്ന ഒരാൾ മേളിൽ ഉണ്ടായിരുന്നോണ്ടാണ് അളിയൻ നേരെ പോയി അന്തറിൽ കിടന്നത്. എവിടെ? നമ്മുടെ രാജ്യത്ത് പോലും അല്ലായിരുന്നു, വേറെ ഏതോ ഒരു കേസിൽ, എന്തോ ഒരു കേസിൽ മനസ്സിലായില്ലേ? അപ്പൊ അതാണ് യഥാർത്ഥത്തിൽ നടന്നത്. ഇവരെല്ലാം വരുന്ന അപകടങ്ങളെ നമുക്ക് ഈശ്വരന്റെ വിധിയാണ്, അയാൾ ആ തെറ്റ് ചെയ്തതാണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, എങ്കിൽ പിന്നെ എന്തിനാണ് ഈ ന്യായീകരിച്ച് മെഴുകിയത്? അദ്ദേഹമായാലും ഇപ്പൊ താങ്കളായാലും ചെയ്തത് എന്താണെന്നറിയോ? കിരൺകുമാർ തല്ലി മുറിവല്ല, ഈ പാടമല്ല ഉണ്ടായിരുന്നത് എന്ന് മാധ്യമങ്ങളെല്ലാം പിന്നീട് എഴുതിയതാണ്. ഏത് മാധ്യമമാണ് താങ്കൾ മാധ്യമം മാധ്യമങ്ങൾ നമ്മുടെ ഈ ന്യൂസുകൾ എങ്ങനെ? ഇനി നമുക്കിത് വ്യക്തമായി കാണിച്ചിട്ടുണ്ട്. ശരി, ഏത് മാധ്യമമാണ്? കിരൺകുമാർ അല്ല, സഹോദരനാണ് തല്ലിയത്. ഒന്നിലധികം മാധ്യമങ്ങൾ എഴുതിയിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം. സെർച്ച് ചെയ്യും. ശരി, ഒരു ന്യൂസിൽ പോലും എനിക്ക് കാണാൻ കഴിയുന്നില്ല. ഇതിലെല്ലാ കേസിലും വിസ്മയുടെ അത് 1-2 എടുത്തപ്പോൾ എൻ നമ്പർ ഓഫ് ന്യൂസ് താഴെയുണ്ട് ഇതിലെല്ലാത്തിലും. ശരി, അത് നമുക്ക് അടുത്തിരിക്കാം. കാര്യം എന്ന് പറഞ്ഞാലേ
അടുത്തിരിക്കാം. അത് ഞാൻ തെളിയിച്ചു തരാം. വിസ്മയുടെ ഫാമിലിയായിട്ട് എനിക്ക് ഇപ്പോഴും നമ്മൾ ബന്ധമുള്ളതുകൊണ്ട് ഞാൻ എടുത്തു വിസ്മയുടെ അച്ഛൻ പറഞ്ഞു. കാര്യം ആളൂരിനെ വിട്ടുകൊടുക്കുന്ന ഞാനാണ്. ശരി, വിസ്മയുടെ അച്ഛനാണോ പറഞ്ഞത് സഹോദരനാണ് തല്ലിയെന്ന്? വിസ്മയുടെ അച്ഛനാണോ പറഞ്ഞത്? അന്ന് പറഞ്ഞു, അവര് പറഞ്ഞു. ഞാൻ വിശ്വസിച്ചില്ല എന്നല്ല, കാര്യം ഞാൻ തല്ലു കൊടുത്തിട്ടുള്ള ആളാണ്. അപ്പോൾ നമ്മൾ പോയി ചിലപ്പോൾ ദേഷ്യം വരുമ്പോൾ ഒരെണ്ണം കൊടുത്തിരിക്കാം. അതുകൊണ്ട് ഞാൻ അതങ്ങ് ഒരു മാധ്യമത്തിനോട് പറഞ്ഞില്ല. പക്ഷെ പിന്നീട് മാധ്യമങ്ങൾ തല്ല് കൊടുത്തത്, അതായത് തല്ല് കൊടുക്കുക എന്ന് പറയുന്നത് നമുക്കൊരു മഹാത്മ്യത്തിന്റെ അടിസ്ഥാനം. അതായത് ആരോഗ്യപരമായി കുറച്ചുകൂടെ മുന്നിൽ, ഇപ്പൊ താങ്കളുടെ ആരോഗ്യത്തിനേക്കാൾ കുറച്ചുകൂടെ മുന്നിൽ നിൽക്കുന്ന ഒരാൾക്ക് താങ്കളെ തല്ലാൻ കഴിയും. അത് നമുക്കൊരു മഹാത്മ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാം. അതിന്റെ മഹാത്മ്യമല്ല. ഞാൻ പറഞ്ഞുതരാം. എൻ്റെ മകന് ഞാൻ തല്ലു കൊടുത്തിട്ടുണ്ട്. മകൾക്ക് മാത്രം ഏറ്റവും ഉള്ളത് മകളാണ്. ഒരു പ്രാവശ്യം മാത്രമേ ജീവിതത്തിൽ അവൾക്ക് ഞാൻ തല്ലു കൊടുത്തിട്ടുള്ളൂ. ബാക്കി 2 ആൺകുട്ടികളും എൻ്റെ നിന്ന് നല്ലതുപോലെ തല്ലു വാങ്ങിച്ചിട്ടുണ്ട്. ഈ തല്ല് വാങ്ങുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ തല്ലു കൊടുത്തിട്ടുള്ളത്? എൻ്റെ കുട്ടികൾ നശിക്കാൻ വേണ്ടിയിട്ടാണോ? സ്നേഹമുള്ള ഒരപ്പൻ മക്കളെ ഇത് ചെയ്യരുത് എന്ന് 1-2 പ്രാവശ്യം പറഞ്ഞ് കേട്ടില്ലെങ്കിൽ അവനൊരു കുഞ്ഞ് തല്ല് കൊടുത്താൽ പിന്നീട് ആ തല്ലിന്റെ പേടിയുണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവന് മനസ്സിൽ വൈരാഗ്യമോ എനിക്ക് വൈരാഗ്യമോ ഉണ്ടായിരുന്നെങ്കിൽ അവസാന ഘട്ടത്തിൽ കമ്മീഷൻ ഓഫീസിൽ നിന്ന് എൻ്റെ കൂടെ 3 പിള്ളേരും വരില്ലായിരുന്നു. നമുക്ക് ഭാര്യയോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഒരു പ്രഷർ കൂടും. നമ്മൾ ചിലപ്പോൾ ഒരു തല്ല് കൊടുത്തെന്നിരിക്കും. അത് വേറൊരു തല്ലി എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. ഒരു മകനോ മകൾക്കോ നമ്മൾ കൊടുക്കുന്ന ഒരു തല്ലിന്റെ അതേ രീതിയിലും കണ്ടാൽ മതി. ഇതിനെ പർവ്വതീകരിച്ചങ്ങ് വിഷയം ഉണ്ടാക്കി അവളെ ഇപ്പൊ എന്റെ അന്നത്തെ ആരോഗ്യത്തിന്റെ നിലവാരം അനുസരിച്ച് ഞാൻ തല്ലി കഴിഞ്ഞാൽ അവള് ജീവനോടെ ഇരിക്കില്ലല്ലോ. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ചെറിയ കുഞ്ഞു തല്ല് തന്നെയാണ്. അത് മക്കൾക്കായാലും ആരോഗ്യമായാലും ആരോഗ്യം ചെയ്തിട്ടുണ്ടെങ്കിലും അങ്ങനെയാണ്. അതുകൊണ്ടാണ് മദ്യപിച്ചിട്ടല്ല നമ്മൾ തല്ലുന്നത് എന്ന് ഞാൻ പറഞ്ഞത്. സ്വയബോധത്തോടുകൂടി തീർച്ചയായിട്ടും നന്നാവാൻ വേണ്ടിയിട്ടാണ്. അത്രേ ഉള്ളൂ. ചിലര് മദ്യപിച്ച് അത് ഇന്നത്തെ കാലത്തുണ്ടെന്ന് തോന്നുന്നില്ല. കാര്യം എങ്കിൽ അവൻ അകത്ത് കിടക്കും. അതുകൊണ്ട് ആരും തല്ലില്ല. മുൻകാലങ്ങളിൽ മദ്യപിച്ചിട്ട് ഒരു വിഭാഗം പേര് സ്ത്രീകളെ ഒരുപാട് തല്ലിയിട്ടുണ്ട്. അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അങ്ങനെ ഉണ്ട്. അവരെ കൊല്ലാൻ വേണ്ടി തല്ലിയിട്ടുള്ളവരുണ്ട്. അപ്പൊ നമ്മളൊന്നും അങ്ങനെയൊന്നും അല്ല ചെയ്യുന്നത്. അല്ല, ഇത് അപ്പൊ അതേ രീതിയിലായിരിക്കും അമ്മയെ ഒന്ന് കറക്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിരുന്നത്. അമ്മ എങ്ങനെ കറക്റ്റ് ചെയ്യും? അല്ല, നേരത്തെ ഓഡിയോ ലീക്കായ ഓഡിയോ കേസൊക്കെ പറഞ്ഞത് അല്ല, അത് സ്വാഭാവികമായിട്ട് ഒരു പ്രതികരണം എന്നുള്ള നിലയ്ക്ക് എവിടെ പബ്ലിക്കിലല്ല പറഞ്ഞത്. ഞാൻ ഒരു ചാനലുകാരെ വിളിച്ചിട്ടല്ല പറഞ്ഞത്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പില് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്നും മദ്യപിക്കാത്ത ആളാണ്. നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഇത്രയും എന്റെ ജീവിതം തകർത്തത് എന്റെ ഭാര്യയാണ്. എന്റെ ജീവിതം ഒരു പ്രതികരണമായിട്ടാണ് സ്വാഭാവികമായിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ, നമ്മുടെ സംഘടനയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞൊരു ഓഡിയോ എടുത്ത് ആകസ്മികമായി പറഞ്ഞു പോയതാണ്. ഇതില് നമ്മൾ ഈ മീഡിയയിൽ വരുന്നവരുടെ ശാപമാണ്. എന്താണെന്നറിയോ? നമ്മൾ എവിടെയെങ്കിലും ഒരു തമാശക്ക് പറയുന്ന കാര്യമോ അല്ലെങ്കിൽ ഇവിടെ നിന്നെങ്കിലും 2 അടിച്ചുകൊണ്ടിരുന്ന് പറയുന്ന കാര്യമോ അത് നേരെ എടുത്ത് ചാനലുകാർക്ക് കൊടുത്ത് എതിർചേരിയിലുള്ള ആൾക്കാർ കാണിക്കും. അതെ. അപ്പൊ അവിടുന്ന് നേരെ ഇപ്പോൾ സവാദിലേക്ക് വീണ്ടും വന്നു കഴിഞ്ഞാൽ അപ്പൊ സവാദിന്റെ കേസ് ഇപ്പോഴും നിലനിൽക്കുക. അപ്പൊ കേസ് മൊത്തം വ്യാജമാണ് എന്നാണ്, വ്യാജ നിർമ്മിതിയാണ്. കാരണം എനിക്ക് അതിന്റെ കൃത്യമായിട്ടുള്ള സാധാരണഗതിയിൽ മുൻപെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മസ്താനിയുടെ കേസ് ഒരുപാട് പേര് എന്നെ വിളിച്ച് ഇങ്ങനെ കാര്യങ്ങൾ തരുമായിരുന്നു. എന്തിനു പറയുന്നു, ഈ നന്ദിതയുടെ കൂട്ടുകാരികൾ വരെ, സുഹൃത്തുക്കൾ വരെ ഈ പെൺകുട്ടിയെ പറ്റി മോശമായിട്ടുള്ള സംഭവങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്, തെളിവുകൾ തന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇതേവരെ ഒരാൾ, സാധാരണഗതിയിൽ ആ ന്യൂസൊക്കെ നല്ല വൈറലായി നിന്ന സമയത്ത് ആൾക്കാർ വിളിച്ചത് പറയേണ്ടതാണ്, ആ ബസ്സിലുള്ളവർ വിളിച്ച് പറയേണ്ടതാണ്. ഞാൻ ന്യൂസുകാർ ഈ 1-2 എണ്ണത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ പെൺകുട്ടിക്ക് എന്നോട് ബന്ധപ്പെടാം, അല്ലെങ്കിൽ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ബന്ധപ്പെടാം, അല്ലെങ്കിൽ ഈ ബസ്സിൽ ഉണ്ടായിരുന്നവർക്ക് ബന്ധപ്പെടാം. ഇത്രയും ആൾക്കാരുണ്ടായിരുന്നിട്ട് ഒരാൾ പോലും ഇതിനെപ്പറ്റി ഇന്നത് ഞാൻ കണ്ടു, ഞാൻ ആ ബസ്സിൽ ഉണ്ടായിരുന്നു, ഇവൻ ഓടുന്ന ഞാൻ കണ്ടു, ഇന്നതൊരു വിഷയം നടന്നു എന്നൊരു കേസ് പറയാൻ ഒരാളില്ല ഇതുവരെ. അപ്പൊ അതുകൊണ്ട് ഇത് വ്യാജമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓടുന്നത് ഒരു കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ബസ്സിൽ നിന്ന്. അത് അന്നത്തെ ആദ്യത്തെ കേസ്. ഈ രണ്ടാമത്തെ കേസിൽ ഒരു തെളിവും ഇന്നേ വരെ പുറത്തു വന്നില്ല. ആകപ്പാടുള്ളത് വന്നത് ഈ ശ്രീകണ്ഠൻ നായർ സാറ്, ഈ ശ്രീകണ്ഠൻ നായർ സാറല്ലോ പരാജയപ്പെടുത്ത. അല്ല, അത് തന്നെ ഈ തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ അദ്ദേഹം നിന്ന ഒരു ഒറ്റ മീഡിയ വിഷ്വൽ അല്ലേ, ഇത് മാത്രമേ പെൺകുട്ടിയല്ലേ പരാതി കൊടുത്തത്. അതെ, ബാക്കി കാര്യങ്ങൾ വരണ്ട്. പെൺകുട്ടി ഒരു വീടിനകത്ത് നടന്ന സംഭവം അല്ലല്ലോ, ഒരു റൂമിൽ നടന്നല്ലോ, ഒരു ബസ്സിലല്ലേ, ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നടന്നൊരു കാര്യം. അത് ഇത്രയും ആൾക്കാർ അവിടെ നിന്നിട്ട് ഒരാൾ പോലും ഇതിന് പെൺകുട്ടി പരാതി കൊടുത്താൽ മാത്രം താങ്കൾ ആ കേസിൽ പുറകെ നടന്നല്ലോ. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യമാണ്. പെൺകുട്ടി പരാതി കൊടുത്താൽ മാത്രം ഈ കേസ് 354 and 353
5 നോട്ട് 9 ഒക്കെ ഈ നിലനിൽക്കും. വകുപ്പുകൾ ഇല്ല, ഇടുന്നതിനെ ഇല്ല, പറ്റി അതല്ല. കൂടുതൽ പറയണ്ടെന്ന് അല്ല, എന്താണെന്നറിയോ? അതൊക്കെ വകുപ്പല്ല ഞാൻ ചോദിക്കുന്നത്, വകുപ്പല്ല മറന്നിരിക്കും. അതല്ല വകുപ്പല്ല, വകുപ്പ് മറന്നിരിക്കും. അല്ല അതിനല്ല ഞാൻ പറഞ്ഞത്. ഞാൻ അതല്ല വകുപ്പ് പോലീസുകാർ ഇടുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവരെ പിടിച്ച് അകത്താക്കണമെന്നല്ല, അല്ലാതെ വേറെ കാര്യം. ശരി, സമ്മതിച്ചു. വകുപ്പ് പോലീസുകാർ ഇട്ടെന്ന് വെച്ചോളൂ. ഇത് നിലനിൽക്കണ്ടേ? ഈ സാധനം അതാണ് അവിടെ എത്തിട്ട് അത് ഒരു വനിത പറഞ്ഞതുകൊണ്ട് മാത്രം ആ വകുപ്പ് നിലനിൽക്കും എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഈ ഇല്ല, ഞാൻ അതുകൊണ്ടാണ് ഇന്ന് നിലനിൽക്കാതെ. അതെന്നാ ചോദിച്ചത് മനസ്സിലായി. നിലനിൽക്കില്ല. ഈ റിമാൻഡ് കഴിഞ്ഞവൻ ജാമ്യത്തിൽ പോയി കഴിഞ്ഞാൽ ഇവർ ഈ കേസിലൊന്നും നിലനിൽക്കില്ല. ഇതെല്ലാം ഇനി കൂടിപ്പോയാൽ ഒരു 3, 4, 5 വർഷം. ജാമ്യം കിട്ടിയത് കേസ് വകുപ്പ് നിലനിൽക്കാത്തോണ്ടാണ്. പറഞ്ഞുതരാം. ഞാൻ പറയട്ടെ, ഒരു റിമാൻഡിലല്ലേ ആദ്യത്തെ ജാമ്യം കൊടുത്തത്? ജാമ്യം കൊടുത്ത് ശക്തമായിട്ടുള്ള തെളിവുകൾ ഇല്ലാത്തതുകൊണ്ടാണ്. ശക്തമായ തെളിവുകൾ ഉണ്ടെങ്കിൽ ഒരു പെൺകുട്ടിയെ ഡയറക്റ്റ് പരാതി കൊടുത്ത കേസിൽ ഒരു റിമാൻഡിൽ വിടില്ലാന്നേ. ഒരു രീതിയിൽ അയാളെ പിടിച്ച് വിചാരണ തീരുന്നത് വരെ ജയിലിൽ ഇന്ന് വിചാരണ തീരുന്നവരെ ഒന്നുമല്ല, ഏകദേശം ഒരു 2 മാസം കിടക്കാനുള്ള വകുപ്പുണ്ട്. ഗ്രാവിറ്റിക്ക് അനുസരിച്ച് മാറും. താങ്കൾക്ക് നിയമത്തെ കുറിച്ചുള്ള ഒരു, അതായത് ബേസിക്കലി ഇത്തരം സംഘടനയിൽ നിലനിൽക്കുമ്പോൾ ഒരു കുറച്ചും കൂടി എനിക്ക് എൻ്റെ ഒരു അഭിപ്രായമാണ് നിയമം കുറച്ചും കൂടി നോക്കണം. കാരണം ഈ കേസ് വകുപ്പ് നിലനിൽക്കാത്തതുകൊണ്ടല്ല അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കുന്നത് പല ഘടകങ്ങളെയും മറ്റു ചില ഘടകങ്ങളെയും കൂടി ആശ്രയിച്ചാണ്. അപ്പൊ അദ്ദേഹം വീണ്ടും കേരളത്തിൽ പലർക്കും ജാമ്യം കൊടുക്കുന്നതും കൊടുക്കാതിരിക്കുന്നതും ഇതാണ്. അതിന്റെ ഗ്രാവിറ്റിയും വകുപ്പിട്ടിരിക്കുന്ന വെച്ചിട്ടാണ്. അല്ല ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ മീഡിയയാണ് തീരുമാനിക്കുന്നത്. വാർത്താ പ്രാധാന്യം കിട്ടുന്ന കേസുകളിൽ കോടതികൾ പോലും നിലപാടുകൾ ശരിയായിട്ടല്ല എടുക്കുന്നത്. ഇല്ല, ഞാൻ പറയുന്നു കോടതികൾ. കാര്യം ഇവിടെ ഒരു കേസ്, ഇവിടെ എന്തിനു പറയുന്നു, നമ്മുടെ ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയെ ശിക്ഷിച്ചതിൽ പോലും അതിൽ തന്നെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഇതിലെന്ന് പറഞ്ഞാൽ ഒരു മീഡിയ കവറേജ് കിട്ടുന്ന ഒരു കേസുകൾ ദിലീപിനെ എന്തിനാണ് ഈ 90 ദിവസം അവിടെ പിടിച്ചിട്ടിരുന്നത്? 89 ദിവസം എന്നാണ് അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തത്. ഇത്രയും ദിവസം അവിടെ എടുത്തിടാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? കൊലകുറ്റം ചെയ്തു. ഇവിടെ കൊന്നു കഴിഞ്ഞാൽ 90 ദിവസത്തിന് മുമ്പേ ജാമ്യം കിട്ടും. ഇദ്ദേഹത്തിന് എന്തിനാണ് ഈ 80, 85 ദിവസം, 88 ദിവസം? അങ്ങനെ പറയരുത്. കേരളത്തിൽ എന്തുണ്ട ചെയ്യാനാണ് അദ്ദേഹം? ദിലീപ് പുറത്തിറങ്ങി എന്തുണ്ട ചെയ്യാനാണ്? ഒരു ഉണ്ടയും ചെയ്യാനില്ല. അതൊക്കെ മീഡിയ ഇവിടെ എന്ത് തീരുമാനിക്കുന്നോ അത് തന്നെയാണ്. അന്തിച്ചർച്ചയും ചാനൽ ചർച്ചകളും കാത്തി നിൽക്കുകയാണെങ്കിൽ അവനെ പിടിച്ച് പരമാവധി ജയിലിനകത്തിടും. ഇത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അല്ലാതെ അതൊരു വകുപ്പിന്റെയോ ഇനി അതൊന്നും അല്ല, ഒരു ഉണ്ടയല്ല. സവാദ് ഇനി കിടക്കും, കുറച്ച് നാൾ ഇനി കിടക്കും. അതെന്തുകൊണ്ടാണ്? ഇതിനേക്കാളും വലിയ പീഡനം നടത്തിയവന്മാർ ഇനി അടുത്ത് ഇവനേക്കാളും നേരത്തെ ഇറങ്ങി പോകും. ഇവനെ മിക്കവാറും 1 മാസം 2 മാസം മനസ്സിലായില്ല. ഓരോ ഒഫൻസും അല്ല, അത് തന്നെ സംഭവം. അതെന്തുകൊണ്ടാണ്? മാധ്യമങ്ങൾ അദ്ദേഹത്തിന് ശക്തമായിട്ട് എതിർക്കും. ഈ നിയമങ്ങളൊക്കെ എടുത്ത് വലിച്ചെറിയണമെന്നേ. ബ്രിട്ടീഷുകാരുടെ കാര്യത്തിലുള്ള സാധനം എടുത്ത് എറിയണമെന്ന് എൻ്റെ അഭിപ്രായം. ഒരു പ്രശ്നമല്ല. അതിനുവേണ്ടി ജയിലിൽ പോയാലും കുഴപ്പമില്ലാന്നേ. ഞാൻ പറയുന്ന കാര്യങ്ങൾ വ്യവസ്ഥയെയും നമ്മുടെ കോടതിയൊന്നും പാടില്ല എന്നാണ് താങ്കൾ പറയുന്നത്. അല്ല, നിയമവ്യവസ്ഥ, കോടതി വേണം, പോലീസ് സ്റ്റേഷൻ വേണം, കാര്യമൊക്കെ ശരിയാ. പക്ഷേ ഇതൊക്കെ പൊളിച്ചെഴുതേണ്ട കാലഘട്ടം കഴിഞ്ഞു. പൂർവികന്മാരുടെ പണ്ടത്തെ പിന്നെ മാറ്റങ്ങൾ ഈ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാവണം. അതിവിടെ ഉണ്ടാവുന്നില്ല നിയമവ്യവസ്ഥയിൽ.